ജീർണാവസ്ഥയിലായതോടെ ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9-ന് അടയ്ക്കും. ഇതോടെ നഗരത്തിൽ പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ ധാരണയായി. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി-കൊപ്പം ഭാഗങ്ങളിൽ നിന്നും ഷൊർണൂരിൽ നിന്ന് കൈലിയാട് വഴിയും വരുന്ന ബസ്സുകൾ AKG റോഡിന് മുൻപായി യാത്രക്കാരെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. തിരിച്ചു പോകുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് യാത്രക്കാരെ കയറ്റാവുന്നതാണ്. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ ആളെ ഇറക്കിയ ശേഷം ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡ് വശങ്ങളിൽ പാർക്ക് ചെയ്യണം. ഒറ്റപ്പാലം ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെ റോഡ് വശങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. വാഹന പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ പഴയ ഉടുപ്പി ഹോട്ടൽ മുതൽ സഹകരണ ആശുപത്രി വരെയുള്ള ഭാഗത്തിന്റെ ഇടതുവശത്തും കള്ളുഷാപ്പ് മുതൽ കേരള ബാങ്ക് വരെയുള്ള ഭാഗത്തിന്റെ വലതുവശത്തും പാർക്ക് ചെയ്യാം. പഴയ പെട്രോൾ പമ്പ് പരിസരത്ത് ടാക്സി കാറുകൾക്കും പുലാത്തറയ്ക്കൽ ജ്വല്ലറി മുതൽ കള്ളുഷാപ്പ് വരെ ടെമ്പോ, ട്രാവലർ എന്നിവയ്ക്കും പാർക്കിംഗ് അനുവദിക്കും. എന്നാൽ EMS റോഡ് മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ യാതൊരുവിധ വാഹന പാർക്കിംഗും അനുവദിക്കില്ലെന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കും. MVD, RTO, PWD, പോലീസ് മേധാവികൾ, മറ്റു വ്യവസായ സംഘടനകൾ, പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ തൊഴിലാളികൾ, ബസ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തിരുന്ന ഒരു വിപുലമായ യോഗം തന്നെയായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു തീരുമാനത്തിനൊടുവിൽ നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് തന്നെ ഈ ഒരു മെയ് മാസം 9-ാം തീയതി 10-ഓടുകൂടി അടക്കലിലേക്ക് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഒരു നിർദ്ദേശം ബസ് ഓണേഴ്സിൻ്റെ ഇരുന്ന് ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, തൊഴിലാളികളിരുന്നു കുറച്ചുകൂടി പാർക്കിംഗ് ഇവിടെ കൺജസ്റ്റഡ് ആവും, എവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ അപേക്ഷിച്ചു, ഇത് പെട്രോൾ പമ്പ് ഞങ്ങൾക്ക് ഉപയോഗിച്ചൂടെ, ഞങ്ങളെനിക്ക് കിടക്കുകയാണ് അല്ലേ SMEJ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ യഥേഷ്ടം സ്ഥലമുണ്ട്, അവർ ഓണറെ കണ്ട നഗരസഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അത് തന്നു കഴിഞ്ഞാൽ അവർ അവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ മഞ്ചക്കൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഇസ്മയിലിന് മഞ്ചക്കല്ലിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൊതുസ്ഥലം തന്നെ ഉണ്ട്, അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നവും അപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതും കൂടി ആക്കി കഴിഞ്ഞാൽ വളരെ സുതാര്യമായി ഈ പരിപാടി മുന്നോട്ട് പോകാമെന്നാണ് തന്നെ വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളാണ് നമ്മുടെ നാടിൻ്റെ നാക്ക്. ആ നാക്ക് നിങ്ങൾ നന്നായിട്ട് നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് എന്നും ഉപയോഗിക്കുന്നുണ്ട്. ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നല്ല സഹായം വേണമെന്ന് മാത്രമാണ് പറയുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതോടെ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. യോഗത്തിൽ പങ്കെടുത്തവർ പരിഷ്കരണത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്ത് വരുന്ന ബസ്സുകൾ, ആ ഭാഗത്ത് വരുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില ബാർ, ഗായത്രി ബാർ ഉൾപ്പെടെയുള്ള നമ്മളിപ്പോൾ വിശാലമായി കിടക്കുന്ന നമുക്ക് ഒരു U-turn ചെയ്ത് വരുന്ന രീതിയിൽ അവിടെ പക്ഷേ ബസ് പാർക്ക് ചെയ്ത് അവർ സമയമാകുമ്പോൾ അവിടെ നിന്ന് ആളുകളെ ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറ്റിയിട്ടുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറ്റിയിട്ടുണ്ട്, ഇവിടെ എത്തി U-turn ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് സമയമാകുമ്പോൾ നേരെ ഒന്നും യാത്രക്കാർ. പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നൽ സംവിധാനം, അപകടം കുറയ്ക്കാനുള്ള നടപടികൾ, നിയമപാലകരുടെ സജീവ ഇടപെടൽ തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ചയിലുയർന്നു. പിന്നെ ഈ രണ്ടാമത്തെ പറഞ്ഞത് ഈ പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ ഇറക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം. കാരണം 2 റൂട്ടും പഞ്ചിങ്ങിൽ ഓടുന്ന റൂട്ടാണ്. അപ്പോൾ പുറത്ത് ആളുകളെ ഇറക്കി പോകാനുള്ളൊരു സംഭവം റിട്ടേൺ വരുമ്പോഴും അതൊന്ന് പരിഗണിക്കുന്നതാണ്. ടൗണിലെ പല സമയങ്ങളിലും ഏറ്റവും വലിയ ഒരു യാത്രാ സൗകര്യമാണ് ഓട്ടോറിക്ഷ. അത് പല സമയങ്ങളിലും ടൗണിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പലപ്പോഴും നിയമങ്ങൾ അവരുടെ ഭാഗത്തേക്ക് ഒട്ടും ചെന്നിട്ടില്ല എന്നൊരു സമീപനമാണ്. സാധാരണ ജനങ്ങൾക്ക് U-turn തിരിക്കാൻ പാടില്ലാത്ത ഭാഗത്ത് അവർക്ക് പെർമിറ്റഡാണ്. നമ്മുടെ ടൗണിൽ അലഞ്ഞു തിരിയുന്ന ഒരുപാട് ഓട്ടോകളുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും, പൊതു ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ തെറ്റിക്കണതും കണ്ണി കണ്ടതൊക്കെ പാർക്ക് ചെയ്യണതും ഇങ്ങനെ നിയമലംഘനങ്ങളൊക്കെ നടത്തുന്നത് ഇത്തരം വാഹനങ്ങളാണ്. ആൾക്കാർക്കും കുട്ടികൾക്കും ഈ വന്നു പോകുന്ന ജനങ്ങൾക്കൊക്കെ അത്യാവശ്യമാണല്ലോ. അതൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ഇനി ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകണം, അതോ ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ശുചിമുറി സൗകര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ
അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ബസ്സിലുള്ള എല്ലാ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ, പൊതു ആളുകൾക്ക് ശുചിമുറി സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഇതിന് കാണണം. നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലേ? നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ കൂടി ഇതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ രാവിലെ ഇപ്പം തന്നെ ഏതായാലും ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത് ശരിയാണ്, പക്ഷെ അവിടെയൊക്കെ ഉണ്ടാവുന്ന തിരക്ക് ഇപ്പോൾ സ്കൂളിൽ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമല്ല. ബസ്സുകൾ വന്നിട്ട് അങ്ങനെയാണ് വിലങ്ങാണ്ടിരിക്കുക. അവിടെ ഞാൻ ബസ്സിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ എന്നാലും പറയാം. ഒരു മിനിറ്റിൽ ഏകദേശം 68 വാഹനങ്ങളാണ് ആ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു ദിവസം 2-3 ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ആക്സിഡന്റ് സംഭവിക്കുന്നതിന് പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അമിത സ്പീഡിൽ വരും. അമിത സ്പീഡിൽ വന്നിട്ട് ചെപ്പശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കാം. ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ വരും, മറ്റാളുകൾ വരും. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആളെ കൊല്ലാന്നാണ്. റോഡ് വീതിയുണ്ട്. നമ്മുടെ ചെറുപ്പശ്ശേരി മുൻ കൗൺസിലിന്റെ തീരുമാനപ്രകാരം റോഡൊക്കെ നല്ല വീതിയായി. ആ റോഡ് ബസ് ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല, പാർക്ക് ചെയ്യാനുള്ളത്. 2 സൈഡിലും പാർക്ക് ചെയ്ത് 4 വരി പാതയാണ്. ഇവിടെ ഈ അങ്ങാടിയിൽ നിങ്ങൾ കാണും, നിങ്ങളൊക്കെ പോണ ആൾക്കാർ 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങോട്ട് സൈഡാക്കി ഇടില്ല, 3 ബാക്കിലാവും. അതിൽ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം, ഒരു പോക്കറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു കയറ്റം കയറി വരുന്ന വണ്ടിക്കാരൻ മെയിൻ റോഡിൽ കയറുമ്പോൾ ഒന്ന് സ്ലോ ആക്കണം. പെരിന്തൽമണ്ണ ഭാഗത്ത് വരുന്ന വണ്ടിക്കാരൻ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ റോഡിൽ അധികം അപകടം ഉണ്ടാകുന്ന ഈ റോഡിനെ പറ്റി അറിയാത്ത ആളുകൾ ഈ റോഡ് കൂടെ വണ്ടി ഓടിച്ചിട്ടാണ്. ഇവിടെ വളവ് തിരിവ് കാര്യങ്ങൾ. അപ്പോൾ മെയിൻ റോഡ് കൂടെ വരുന്ന ആളെ എന്തായാലും സ്പീഡിൽ തന്നെ വരും. 9-ാം തീയതി അടച്ചിടുകയാണ്. പൊളിക്കല് നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് പൊളിക്കലാവും. പൊളിക്കാൻ അടച്ചിടാനുള്ള പേടിയാണ് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൊളിച്ച് ദ്രുതഗതിയിൽ വളരെ കുറച്ച് ഷോർട്ട് പീരീഡ്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നല്ല ജാഗ്രതയും നല്ല ഇടപെടലുമുണ്ട്. EMS സ്മാരക ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭ അധ്യക്ഷ KT ജംസിയ അധ്യക്ഷയായി. ജനപ്രതിനിധികളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.